കേരളത്തിൻ്റെ ഐക്യത്തിന് വിള്ളൽ വരുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു സിനിമയാണ് കേരള സ്റ്റോറി. കേരള സ്റ്റോറി 2 ഇപ്പോൾ റിലീസായിട്ടുണ്ട്. കേരള സ്റ്റോറി റിലീസിനെതിരെ ഫ്രെഡി കേസ് കൊടുത്തു. താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നുവെങ്കിലും റിലീസായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആളില്ല എന്ന് കേട്ടു. പക്ഷേ അതുപോലെ തന്നെ സുജിത് ഭക്തൻ അതിനെതിരെ വീഡിയോ ചെയ്തു. വിദേശ രാജ്യത്ത് എവിടെ പോയി ആ പടത്തിൻ്റെ പോസ്റ്റർ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തതാണ് അതിനെതിരായിട്ട്. എന്നാ വേണ്ട ഇവന്മാർക്ക് ഈ പടം ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞ ദേശീയ ആമർഷം വരുന്നുണ്ട്. ഇവരുടെ ഈ ഡയറക്ടറുടെ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും അപ്പൻ്റെ വകയാണോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് പേര് കൊടുക്കാൻ? ഭയങ്കര മോശമാണ്. ലോക രാജ്യങ്ങൾ മുഴുവൻ കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ. ഏതായാലും ആ ചങ്കൂറ്റൊന്നും ഇവിടെ പല ഈ കേരളത്തിന് വേണ്ടി, നാടിന് വേണ്ടി, പുതുയുഗത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളാരും അതിനെക്കുറിച്ചൊന്നും യാതൊന്നും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. അവർക്കിപ്പം അതൊന്നുമല്ല വിഷയം. അവർക്ക് ഇലക്ഷനിൽ ജയിക്കൽ മാത്രമാണ് ഇപ്പോഴത്തെ വിഷയം. അതുപോലെ തന്നെ അവർ പഴയതോ കത്രികൻ്റെ പുറകെയൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സുരേന്ദ്ര ഇപ്പോൾ പറഞ്ഞത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ലീഗും കോൺഗ്രസും ഒന്നുമല്ല സിനിമ ഇറക്കുന്നത്, അത് സെൻസർ ബോർഡാണ്. സെൻസർ ബോർഡ് ഇറക്കിയ സിനിമ ഓടും എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. അതേ സെൻസർ ബോർഡ് ഇറക്കിയ സിനിമകൾക്ക് അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എമ്പുരാനിൽ ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഗുജറാത്ത് കലാപത്തെക്കുറിച്ചാണ് പരാമർശിച്ചത് പൃഥ്വിരാജ്. അത് അവർ എഡിറ്റ് ചെയ്യിപ്പിച്ചാണ് പിന്നെ ഇറക്കിയത്. അതുപോലെ തന്നെ ഷാറുഖ് ഖാൻ്റെ പത്താനിൽ ദീപിക പദുക്കോൻ്റെ അണ്ടർവെയറിനായിരുന്നു, എൻ്റെ കളറിനായിരുന്നു പ്രശ്നം. അപ്പോൾ ഇവിടെ ഇപ്പോൾ അതല്ല സംഭവിക്കുന്നത്. കേരളത്തെക്കുറിച്ച് ഇല്ലാത്ത സംഭവങ്ങൾ പറഞ്ഞിട്ട്, അതായത് പിന്നെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ ലവ് ജിഹാദും അതുപോലെ തന്നെ ഇപ്പോൾ ബീഫ് നിർബന്ധിച്ച് തീറ്റിക്കലൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഇമേജ് മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുമാത്രമല്ല, സുജിത് ഭക്തൻ പറയുന്നുണ്ട് മറ്റു രാജ്യങ്ങളിൽ പുറത്തുള്ള ആളുകൾക്ക് കേരളത്തിൻ്റെ ഇമേജ് താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സംഭവം ചെയ്യണമെന്ന് സുജിത് ഭക്തൻ പറയുന്നുണ്ട്. ആ ഒരു സംഭവം എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. 2023 ഈ കേരള സ്റ്റോറി 1 ഇറങ്ങിയ സമയത്ത് 2023 ഒക്ടോബറിൽ ഞാൻ കാശ്മീരിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനിടയായി. അവരുടെ സൽക്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവരായിട്ടുള്ള കുശലം പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ കേരള സ്റ്റോറിനെ കുറിച്ച് ചോദിച്ചു. പക്ഷേ അവർക്ക് കേരളത്തെക്കുറിച്ച് ഏകദേശം ധാരണ, 100% ലിറ്ററസി കാര്യങ്ങളൊക്കെ ഫുൾ അവർക്ക് കേരളത്തെക്കുറിച്ച് ധാരണ ഉണ്ട്. പക്ഷെ എന്നാലും അവർക്കൊരു സംശയം. അപ്പോൾ ആ സംശയം ദൂരീകരിക്കാൻ പിന്നെ നമ്മൾ ഒരുപാട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് നമ്മൾ സംസാരിച്ച് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടല്ലേ മറ്റുള്ള ഭാഗത്തുള്ള ആളുകൾ ഇത് കേൾക്കുന്നില്ലല്ലോ, മറുഭാഗം കേൾക്കുന്നില്ല. അവർ ഈ പടം കണ്ടിട്ട് ആ പടത്തിലുള്ള ഇമേജാണ് കേരളത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്, വലിയൊരു ബാഡ് ഇമേജാണ് കേരളത്തെക്കുറിച്ച് ഇവർ ഇതിലൂടെ കാണിക്കുന്നത്. എനിക്ക് 2023 അനുഭവപ്പെട്ട ആ ഒരു സീന് എൻ്റെ മൊബൈലിലുണ്ട്. ഞാനത് കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതും കൂടി പറ്റുകയാണെങ്കിൽ ഒന്ന് കാണാം. ഓക്കെ. इंडिया का सबसे एजुकेटेड वो है ना स्टेट। केरला स्टोरी कितना तक सच है? लेकिन केरला स्टोरी केरला का आदमी एक आदमी भी नहीं देखा, बाहर का आदमी देखा। केरला का आदमी का मालूम है ये ओरिजिनल नहीं है। पूरे केरला का आदमी बोलेगा ये नहीं। उधर का हिंदू लोग भी नहीं देखता है। केरला में ये नहीं चलता, ये पूरे चला किधर है, यूपी दिल्ली उधर चलता है। वो उसका पैसा पूरे उधर से मिला। केरला में कोई लोग है ना लड़ाने के लिए, हिंदू लोगों को हमसे नफरत बढ़ाने के लिए वो लोगों ने, RSS लोगों ने ये बनाया है। वो मोदी है ना, वो बनाया। केरला के एक थिएटर में भी, वो थिएटर है ना बड़ा, नहीं चला। बाहर का स्टेट है ना, उधर आता है। उधर केरला का थोड़ा नेगेटिव में आता है, लेकिन केरला में ऐसा कुछ नहीं है। केरला बराबर है। लेकिन आदमी, ये 1 लाख आदमी है ना, एक आदमी मुमकिन खराब है, लेकिन 95 आदमी उधर बराबर है, बढ़िया है। उधर हिंदू लोग भी अच्छा है, क्रिश्चियन लोग भी अच्छा है, मुस्लिम भी अच्छा है, पूरा आदमी अच्छा है, सबसे अच्छा है।